നമസ്കാരം. ഞങ്ങൾ മുക്കൂട്ടുതറയിൽ നിന്നേ പെരുന്തേനരുവിക്ക് പോകുന്ന റൂട്ടിൽ അവിടുന്ന് ഞങ്ങൾക്ക് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകണമായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാണ്. അവസാനം ഞങ്ങളെ ഗൂഗിൾ ഇങ്ങനെയുള്ള ഒരു കുഗ്രാമത്തിൽ കൊണ്ടുവന്നു. ഇവിടെ 4 വീൽ ജീപ്പുകൾ പോകുന്ന വഴിയായിരുന്നു. ആ വഴിയൊക്കെ അവിടെ ഞങ്ങളുടെ വണ്ടിയുടെ അടിയൊക്കെ ഒത്തിരി ഇടിക്കുകയൊക്കെ ചെയ്ത് അവിടുന്ന് അവസാനം ഞങ്ങൾ രക്ഷപ്പെട്ട് വേറൊരു വഴിയിലെത്തി. അപ്പോൾ ഇത് നമ്മുടെ പെരുന്തേനരുവിക്ക് ഒത്തിരി മുകളിലായിട്ട് പമ്പയാറിന് കുറുകെ ഒരു പാലമുണ്ട്. അപ്പോൾ ഈ പാലം എന്ന് പറയുന്നത് ഒത്തിരി ഉയരത്തിലല്ല. 18ലെയും 19ലെയും പ്രളയങ്ങളും അല്ലാതെ ഓരോ വർഷം ഉണ്ടാകുന്ന പ്രളയങ്ങളെ ഒക്കെ അതിജീവിച്ച് അതിശക്തമായിട്ട് നിൽക്കുന്ന ഒരു പാലമാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ സൈഡിലെ കൈവരികൾ നമ്മൾ സുരക്ഷിതത്വത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന തൂണുകളുണ്ട്. അതൊക്കെ ഓരോ പ്രളയത്തിന് തടിയും കല്ലും അതുപോലുള്ള സാധനങ്ങളും ഒക്കെ വന്ന് ഇടിച്ച് അതിനെയൊക്കെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുക. കമ്പിയാണ് കോൺക്രീറ്റിനുള്ളിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ പോലും ഒരു കമ്പിയുടെ അംശം പോലും പല സ്ഥലത്തും കാണാനില്ല. തൂണുകളെല്ലാം ഒരുപാട് തൂണുകൾ പോയിട്ടുണ്ട്. നമ്മളിപ്പം മധ്യഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാം. ഇത് പമ്പയാറാണ്. ഇവിടെ വളരെ നീളമുള്ള ഒരു പാലമായത്. നല്ല നീളമുണ്ട്. നമുക്ക് പെരുന്തേനരുവിക്ക് ഒരുപാട് മുകളിലായിട്ട് ഈ പാലം വരുന്നത്. അപ്പോൾ ഈ പാലത്തിനോടടുത്ത് തന്നെ നമുക്ക് വേറൊരു ഒരു പാലം കൂടി ഉണ്ട്, ഒരു തൂക്കുപാലം. ഒരു മരണക്കെണിയായിട്ടുള്ള ഒരു തൂക്കുപാലം. അതൊന്ന് കാണേണ്ട തൂക്കുപാലം തന്നെയാണ്. കാരണം പ്ലാസ്റ്റിക് കയറി കെട്ടി തൂക്കി ഇട്ടിരിക്കുന്ന ഒരു തൂക്കുപാലം. ഒരു 10-100 അടിയോളം നീളമുണ്ട്. ഒരു പമ്പയുടെ കൈവരി. അത് ഈ പമ്പയുടെ കൈവരിയാണ്. ഈ കൈവരിക്ക് കുറേയായിട്ട് വനത്തിലേക്കോ ആദിവാസി കുടികളിലേക്കോ മറ്റോ പോകാനുള്ള തൂക്കുപാലമാണെന്ന് തോന്നുന്നത്. അത് ഒട്ടും തന്നെ സുരക്ഷിതമല്ല. അവരൊക്കെ ഒരുപക്ഷെ അതിൽ കൂടെ പോകുന്നുണ്ടാകും. ഇത് കണ്ടില്ലേ പാലം? ഭയങ്കര നീളമായി പാലത്തിന്. പാലത്തിൻ്റെ മധ്യഭാഗത്തുള്ള സുരക്ഷിതത്വത്തിന് വേണ്ടി വെച്ചിരുന്ന തൂണുകളെല്ലാം വെള്ളം കൊണ്ടുപോയിരിക്കുക. അതുപോലെ നമ്മുടെ ഈ പമ്പയാറ്റിലും അച്ചൻകോവിലാറ്റിലെയും വെള്ളത്തിനുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ വെള്ളത്തിന്, ഈ രണ്ടാറ്റിലെയും വെള്ളത്തിന് വളരെ കട്ടി കുറവാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നോ കരയിൽ നിന്നോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഏറ്റവും അടിയിൽ കിടക്കുന്ന കുഞ്ഞു കല്ല് വരെ നമുക്ക് കാണാൻ സാധിക്കും. അത് കണ്ടുകൊണ്ട് ഒരുപക്ഷെ നീന്തൽ അറിയാത്തവരോ ആറിനെപ്പറ്റി അറിയാത്തവരൊക്കെ വെള്ളത്തിൽ ഇറങ്ങിക്കാൻ ചിലപ്പോൾ അവിടെ നിലയുണ്ടായെന്ന് വരത്തില്ല. അതുകൊണ്ട് അറിയാൻ വയ്യാത്ത കടവുകളിൽ നിന്നും ആരും ചെന്ന് ഇറങ്ങരുത്. ഒരു കാരണവശാലും അവിടെയൊക്കെ നല്ല ആഴമുണ്ടാവും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അച്ചൻകോവിലാറ്റിലും പമ്പയാറ്റിലും നമ്മൾ മറ്റാൾക്കാർ കുളിച്ചിട്ടുള്ള കടവുകളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഇറങ്ങാവൂ. ഈ ആറിൻ്റെ ഉള്ള പ്രത്യേകത ഏതാണ്? ഇപ്പം നമുക്കിതേ ഒരു ദൂരെയായിട്ടൊരു പള്ളിയും അതിനോടനുബന്ധിച്ചുള്ളൊരു കെട്ടിടവും കാണാൻ കണ്ടോ? ഒരു നീല പടുതയൊക്കെ വലിച്ചു കെട്ടിയിരിക്കുന്നത്. 18ലെ പ്രളയത്തിന് അവിടം വരെ വെള്ളം കയറിയെന്നാണ് ഇവിടുത്തെ ഒരു പ്രദേശവാസി പറഞ്ഞ്. ഈ കാണുന്ന ആ പള്ളിയുടെ അവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുമാത്രം ഉയരത്തിൽ വെള്ളം ഇതുവഴി ഒഴുകിയിരുന്നെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ പോകുന്നതേ മറ്റേ ഞാൻ പറഞ്ഞ ആ തൂക്കുപാലമില്ലേ, ആ തൂക്കുപാലത്തിലേക്കാണ്. നമുക്ക് ആ തൂക്കുപാലം ഒന്ന് കാണാം. ഇതേ കണ്ടില്ലേ? ആദിവാസി കുടിയിലേക്കോ എവിടേക്കോ പോകുന്ന ഒരു തൂക്കുപാലമാണ്. അതിപ്പം പ്രവർത്തനയോഗ്യമാണോ എന്നറിയില്ല. എന്നാലും എൻ്റെ കൂടെ വന്ന പയ്യൻ അതിലേക്കൊന്ന് കയറി. പക്ഷേ ഞാൻ അവനെ ഇങ്ങനെ താഴെ ഇറക്കി. നമുക്കറിയില്ലല്ലോ അത് ഉപേക്ഷിക്കപ്പെട്ട പാലമാണ് എന്തുവാന്ന് നമുക്കറിയില്ലല്ലോ. ഇതൊരു 10-100 അടി നീളമുള്ള ഒരു തൂക്കുപാലമാണ്. ഇതേ കണ്ടില്ലേ? മുളയോ മറ്റ് തടികളോ എന്തൊക്കെയോ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം പ്ലാസ്റ്റിക് കയറിട്ടാണ് കെട്ടി വെച്ചിരിക്കുന്നത്. ഇത്രയും ഭാരമുള്ള പാലമേ. അപ്പോൾ അതവർ ഉപേക്ഷിച്ച് പോയതാണോ ഇപ്പോഴും പ്രവർത്തനമാണോ എന്നറിയില്ല. ഉപേക്ഷിച്ചതായിരുന്നെങ്കിൽ ഇത് അഴിച്ചു മാറ്റണമായിരുന്നു. കാരണം അറിയാത്തവർ ഈ പറയുന്ന മാതിരി ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇതേ കയറി അതെന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല അപകടം തന്നെയായിരിക്കും. മാത്രമല്ല താഴെ കൈവരിയിൽ നല്ല വെള്ളമുള്ള സമയത്താണെങ്കിൽ നമുക്കത് പറയുകയും വേണ്ട. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മറ്റാരുടെ ഒരു രക്ഷാപ്രവർത്തനത്തിനും ഒന്നും നമുക്ക് ആരെയും ഇവിടെ കിട്ടത്തുമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ സുഹൃത്തിൻ്റെ മകനെ, അപ്പോൾ ഞാൻ അവനോട് അങ്ങോട്ട് പോകണ്ട, തിരിച്ച് പോരാൻ പറഞ്ഞു. കാരണം അത് നമുക്കറിയാൻ വയ്യാത്ത ഒരു സ്ഥലത്ത് എന്ന് ഒരു സാധനത്തിൽ നമ്മൾ കയറുകയോ അല്ലെങ്കിൽ അതിൻ്റെ ബലം പരിശോധിക്കുകയോ നമ്മൾ ചെയ്യാൻ പാടില്ല. കണ്ടില്ലേ? തൂക്കുകയറിലാണ് അത് കെട്ടിയിട്ടിരിക്കുന്നത്. അതൊരു അങ്ങേയറ്റം മരണക്കിണർ പോലെയുള്ള ഒരു തൂക്കുപാലം. നമുക്ക് ഒരു പരിചയമില്ല. അതിൻ്റെ ബലത്തെപ്പറ്റിയോ അതിൻ്റെ നിർമ്മാണത്തെപ്പറ്റിയോ എത്ര വർഷം പഴക്കമുള്ള കയറാണെന്ന് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിൽ കയറാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ എത്തി. ആ ക്ഷേത്രത്തിലേക്ക് കടന്നു പോകുന്ന വഴിക്കുള്ള ഒരു കുളമാണിത്. അപ്പോൾ ഈ കുളത്തെപ്പറ്റി ഞാൻ വിശദമായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. എങ്കിൽ പോലും ഇപ്പോൾ ഒന്ന് പറയാം. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് ഭരണം നടന്നിരുന്ന കാലത്ത്
ഇതുപോലെയുള്ള 5 കുളം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ അമ്പലത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ ഈ 5 കുളങ്ങളെന്ന് പറഞ്ഞാൽ 5 ജാതിക്കാർക്ക് കുളിക്കാനും ഉപയോഗിക്കാനും വേണ്ടിയുള്ളതായിരുന്നു. അതിൽ ഈ കാണുന്ന ഒരു കുളം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആനക്കുട്ടിയിലെത്തി. അപ്പോൾ ഈ ക്ഷേത്രം ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീകോവിലിൻ്റെയും പിന്നെ ചുറ്റമ്പലത്തിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ചെമ്പകശ്ശേരി രാജവംശവുമായിട്ടും അമ്പലപ്പുഴ ക്ഷേത്രവുമായിട്ടും വളരെ അടുപ്പമുണ്ടെന്നാണ് സെക്രട്ടറി പറഞ്ഞത്. അപ്പം അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് വിഗ്രഹം ഇവിടുന്ന് കൊണ്ടുപോയതായിട്ടായിട്ടും ഐതിഹ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയില്ല, അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം ഇതാണ് ആനക്കുട്ടിൽ. അപ്പം ഇവിടെ ഈ മാസം 2-ാം തീയതി ഇവിടെ മോഷണം നടന്ന സമയത്ത് പിന്നെ രാവിലെ കമ്മിറ്റി അംഗങ്ങളും എല്ലാം കൂടി ചേർന്ന് ക്ഷേത്രത്തിലെ പിന്നെ ഭണ്ഡാരപ്പെട്ടികളെല്ലാം തുറന്ന് അതിൽ നിന്നുള്ള പിന്നെ ഇത് കാണിക്കയെല്ലാം അവരെടുത്തിരുന്നു. പക്ഷേ ഇത് കള്ളൻ അറിഞ്ഞിരുന്നില്ല. അന്ന് രാത്രിയിലാണ് കള്ളൻ വന്ന് ഇവിടുന്ന് ചങ്ങലയൊക്കെ എല്ലാം പൊട്ടിച്ച് കാണിക്ക വഞ്ചികളെല്ലാം ഇവിടുന്ന് എടുത്ത് ദൂരെ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുപോയി അതെല്ലാം പൊട്ടിച്ച് തകർത്ത് നോക്കി. പക്ഷേ പുള്ളി അത് കൊണ്ടുപോയത് മാത്രമേ മിച്ചം ഉണ്ടായുള്ളൂ, അതിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിപ്പോഴും പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇതുവരെ അവരെ പിടിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും അപ്പുറത്തെ എവിടെയോ ഉള്ള CCTV ക്യാമറയിലൊക്കെ പതിഞ്ഞു എന്നൊക്കെ സെക്രട്ടറി പറഞ്ഞു. ഇത് അമ്പലത്തിനോട് ചേർന്നുള്ള ചുറ്റമ്പലവും അതിനുള്ള ഭാഗങ്ങളാണ്. ഇതിപ്പം പുതിയതായിട്ട് പണിയുന്ന ശ്രീകോവിലിന് വേണ്ടി കൊണ്ടുവന്ന കല്ലുകളാണ്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകളും അതുപോലെ തന്നെ അവിടുത്തെ ശില്പികളുമാണ് ഇവിടെ എല്ലാം പണി ചെയ്യുന്നത്. ശ്രീകോവിൽ പണിയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് കാണാം. നമ്മളാരും ഒരുപക്ഷെ ശ്രീകോവിലിൻ്റെ നിർമ്മാണമൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് പോരുകയല്ലേ ചെയ്തിട്ടുള്ളൂ. ശ്രീകോവിൽ പണിയുന്ന നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. ഇത് കണ്ടോ, ഇവരെല്ലാം ശ്രീകോവിലിൻ്റെ അടിത്തറയാണ്. ഇപ്പോൾ ഈ അവിടെ വെളിയിലിരിക്കുന്നിടത്തെ അതുപോലത്തെ കരിങ്കല്ലായത്. ഈ കരിങ്കല്ല് ചുറ്റമ്പലം ഇടിച്ചിട്ട് അതുവഴി ക്രെയിനാണ് അകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവരെല്ലാം ഭയങ്കര വ്രതശുദ്ധിയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ശബരിമലയ്ക്കൊക്കെ പോകുന്നതിനെക്കാട്ടിലും ഭയങ്കരമായ വ്രതശുദ്ധിയുണ്ട് ഈ പണി ചെയ്യുന്ന തച്ചന്മാർക്ക്. ഈ ശ്രീകോവിലിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ഒരു ഭാഗം കണ്ടില്ലേ, ഇവിടെ അത് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് ദേവപ്രശ്നമൊക്കെ വെച്ചതിന് ശേഷമാണ് അതിൻ്റെ ഭാഗങ്ങൾ ഇടിച്ചിട്ട് ഇതുവഴിയാണ് ക്രെയിൻ അകത്തേക്ക് കയറ്റി ആ കല്ലുകൾ സ്ഥാപിക്കുന്നത്. ഇത് നമ്മുടെ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു പനിനീർച്ചാമ്പയാണ്. പനിനീർച്ചാമ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടുകളിലൊക്കെ എത്ര വളമിട്ട് എത്രയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും അതിൽ വളരെ കുറച്ചേ ചിലപ്പം ചാമ്പയ്ക്കയൊക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇവിടെ അതിൻ്റെ കമ്പുകളും കാര്യങ്ങളും ഒക്കെ വെട്ടിക്കളഞ്ഞിട്ടും ഇലയെക്കാട്ടിൽ കൂടുതൽ ചാമ്പയ്ക്ക അതിൽ ഉണ്ടായിരിക്കുന്നത്. ഇതാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പണി കഴിഞ്ഞുള്ള അതിൻ്റെ സ്കെച്ച് ഇതാണ്. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഭക്തർക്ക് ആർക്ക് വേണേലും ശ്രീകോവിലിൻ്റെ നിർമ്മാണത്തിലേക്ക് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാം. ഫോൺ നമ്പറുണ്ട്, വാട്സപ്പ് നമ്പറുണ്ട്, ബാങ്ക് അക്കൗണ്ടുണ്ട്, QR കോഡുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. വിശ്വാസമുള്ള ഏത് ഭക്തർക്കും 1 രൂപ തൊട്ട് എത്ര വേണേലും മേപ്പോട്ട് അവർക്കത് സംഭാവന നൽകാം. ഇത് ക്ഷേത്രത്തിലേക്കോ കവാടമോ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ കൂടിയാണ് ഇത് കടന്ന് കയറി പോകുന്നു മുന്നോട്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇച്ചിരി മോശമായിട്ടുള്ള റോഡാണെങ്കിലും കുറച്ചും കൂടി എന്ന് കഴിയുമ്പോൾ റോഡ് കുഴപ്പമില്ല. ഇത് ക്ഷേത്രത്തിൻ്റെ കാണിക്കവഞ്ചിയാണ്. ഈ കാണിക്കവഞ്ചിയുടെ ഇടതുവശത്തു കൂടിയാണ് നമ്മളെ ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്ന വഴി. കുറച്ച് ദൂരമേ ഉള്ളൂ, മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ വളരെ മനോഹരമായ നല്ല ഐശ്വര്യമുള്ള ഒരു ക്ഷേത്രമാണ് ആ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ കണ്ടില്ല, ഈ കാണിക്കവഞ്ചി അതുപോലെ തന്നെയാണ് പണിതിരിക്കുന്നത്. നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ ഈ കുളമാണ് നമ്മൾ മുമ്പേ കണ്ടത്. അപ്പോൾ ഈ കുളത്തിൻ്റെ ചരിത്രം പറയുന്നത് അതാണ്. അതായത് ഇവിടെ 5 ജാതിക്കാർക്കായിട്ട് രാജവംശം 5 കുളങ്ങൾ കുത്തിക്കൊടുത്തിരുന്നു. ഓരോ ജാതിക്കാർക്ക് കുളിക്കാനും അതിലെ വെള്ളം ഉപയോഗിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ കുളം ഇന്നും പൂർണ്ണമായിട്ടുണ്ട്. ഇതിൻ്റെ പുനർനിർമ്മാണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കുളങ്ങളൊക്കെ ഇതിൻ്റെ അപ്പുറത്തോട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടുന്ന പിന്തുണ നൽകണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.